എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ദോശമാവ് കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗളിൽ തേങ്ങാ ചിരുവേത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറിയ പച്ചമുളക്, കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, വെള്ളം, കാശ്മീരി ചില്ലി പൗഡറും പിന്നെ വേണ്ടത് ഉപ്പും. ഇത്രയും വെച്ചാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ആദ്യം ചമ്മന്തി ഉണ്ടാക്കി മാറ്റിക്കഴിഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പം തേങ്ങ ചിരുവിയത് ഞാൻ മിക്സിയിലിട്ടു. എന്നിട്ട് കാന്താരി മുളക് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെറിയതായതുകൊണ്ട് 3 എടുത്ത്. അല്ലെങ്കിൽ ഒരു പച്ചമുളക് ഇട്ടാൽ മതി, ഒരു ചെറിയ പച്ചമുളക്. എരിവുള്ളതാണെങ്കിൽ ചെറുത് മതി, എരിവില്ലാത്തതാണെങ്കിൽ ഒരു ഇച്ചിരി വലിയ പച്ചമുളകായാലും കുഴപ്പമില്ല. കുറച്ച് കറിവേപ്പില ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇടുന്നുണ്ട്. അപ്പം അതും, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരയ്ക്കേണ്ട, ഒരുമാതിരി ചമ്മന്തി, ഒരു ചെറിയൊരു തരിയായിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. ഇതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഒന്ന് കടുക് വറക്കണം. അതിന് വേണ്ടി ഞാൻ ചീനിച്ചട്ടി വെച്ചു. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്ത് ആ ചമ്മന്തിയിലോട്ടങ്ങ് ഇടാം. എന്നിട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം എടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിന് വേണ്ടി മാവ് നേരത്തെ ഞാൻ അരച്ചു വെച്ചായിരുന്നു. അരച്ചു വെച്ച ദോശമാവായാലും കുഴപ്പമില്ല, ഇഡ്ഡലി മാവായാലും കുഴപ്പമില്ല. ദോശമാവെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടായാലും നല്ല ടേസ്റ്റായിരിക്കും, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് നല്ലെണ്ണ, 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയിൽ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഉണ്ണിയപ്പം എടുക്കുന്ന ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത്. അത് ഗ്യാസിൽ വെച്ച് അത് ചൂടായി കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ വീതം എല്ലാ കുഴിയിലും ഇട്ട് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയും നെയ്യും കൂടെ. ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ച മാവാണ്. മാവ് അരയ്ക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി മാവ്, ദോശമാവൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എന്നിട്ട് നമ്മൾ ഓരോ കുഴിയിൽ ഇത് മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ചിട്ട് അത് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് എണ്ണയും നെയ്യും ഒക്കെ ഓരോ കുഴിയിൽ ഒഴിച്ച് കൊടുക്കാനും. ഒരു 1/2 ടീസ്പൂൺ വീതം മതി. നമ്മൾ ഉണ്ണിയപ്പം, മറ്റേ മധുരമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിനി അത് വേവുന്നത് വരെ നോക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് ഓരോ കുഴിയും തിരിച്ചിട്ടിട്ട് അത് നല്ല ക്രിസ്പിയായിട്ട് മുരിഞ്ഞ് കിട്ടും. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റാണ്, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. എന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഈ ദോശയും ഇഡ്ഡലിയും ഒക്കെ തിന്ന് മടുക്കുമ്പം അവർക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കത് 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അതിന് ഞാൻ ഓരോന്നും സൈഡിലെടുത്ത് വെച്ചിട്ട് കുഴിയിൽ നമ്മൾ മൊരിഞ്ഞത് മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് ഈ എണ്ണയും നെയ്യും മിക്സ് ചെയ്യുന്നത് അത് ഒഴിച്ചു. പിന്നെ ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ആദ്യം 1/2 ടീസ്പൂൺ ഇട്ടു, പിന്നെ 1/4 ടീസ്പൂൺ വെച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ആ കുഴി നിറച്ച് മാവ് ഒഴിക്കരുത്, ഒരു പകുതിയോളം മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ അതങ്ങ് പൊങ്ങി വരും. അപ്പം നമുക്ക് മൊരിഞ്ഞ് ഇതുപോലെ നല്ല ക്രിസ്പായിട്ടിരിക്കും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ദോശ ഇഡ്ഡലിയൊക്കെ തിന്ന് മടുക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് അതൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പം ഞാനിങ്ങനെ ഇവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ്. സാമ്പാർ അത്ര പോകത്തില്ല ഉണ്ണിയപ്പത്തിന്. ഇങ്ങനെ ചെയ്യുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ ചമ്മന്തിയാണ്, വെള്ള ചമ്മന്തി ആയാലും കുഴപ്പമില്ല, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഇത് വളരെ നല്ലത്.
ഇതെടുത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് അങ്ങ് മാറും. ചൂടോടെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.